ആദ്യ സ്വീകരണം ഓർമ്മകളിൽ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല. മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച 18-കാരനായിരുന്ന MT വാസുദേവൻ നായർക്ക് ആദ്യ സ്വീകരണം ഒരുക്കിയ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ശേഷം കൊച്ചിൻ പബ്ലിക് ലൈബ്രറിയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് കവി P. ഭാസ്കരനും വയലാർ രാമവർമ്മയും ചേർന്ന് MTയെ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിലേക്ക് എത്തിക്കുന്നത്. MTയുടെ കഥകൾ പറഞ്ഞ് കവി ബക്കർ മിത്തല അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ബോധധാര സാങ്കേതിക രീതി എന്ന സാങ്കേതിക പ്രയോഗത്താൽ അറിയപ്പെടുന്ന ആ രീതി ഒട്ടേറെ ആസ്വാദകരെ ആ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ജീവിത പരിസരവും പശ്ചാത്തലവുമായി അടുപ്പിക്കുന്നതിന് സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭാവന. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയോടുകൂടി മുതലാളിത്തത്തിൻ്റെ ഉദയമുണ്ടാകുന്നു. ആ ഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ ഘടനയിൽ വമ്പിച്ച മാറ്റങ്ങളാണ് ഉണ്ടായത്. ആ മാറ്റം പ്രധാനമായും നായർ ഫാമിലികളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് വളരെയധികം പഠന വിഷയമാക്കേണ്ട ഒന്നാണ്. അങ്ങനെ ഒരു പഠന വിഷയം തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കപ്പെട്ട സാഹിത്യരചന ഏതാണ്, ആരുടെയാണ് എന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായരുടെ സാഹിത്യ കൃതികളിലൂടെയാണ് നായർ സമുദായം ഒരു സമുദായം എന്നുള്ള നിലക്ക് അഭിമുഖീകരിച്ച ഒട്ടേറെ പ്രതിസന്ധികളും ആ നായർ തറവാടുകളിൽ ഉയർന്നു വന്ന ആധുനിക വിദ്യാഭ്യാസത്തോടുള്ള അഭിവാഞ്ചകൾ പുതിയ തലമുറയെ ചിറകുകൾ ഉള്ളവരാക്കി മാറ്റുകയും അത്തരത്തിലുള്ള സാമൂഹ്യ ഘടനയ്ക്ക് പുറത്തു കടക്കാൻ പ്രേരിപ്പിക്കുകയും തൊഴിലന്വേഷിച്ച് വ്യത്യസ്ത മേഖലകളിലേക്ക് പോവുകയൊക്കെ ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഗ്രാമീണതയുണ്ട്, അതിൻ്റെ നന്മയുണ്ട്, അവിടുത്തെ സ്നേഹമുണ്ട്, സ്നേഹിക്കുന്നവരെ വഞ്ചിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒട്ടേറെ കഥാപാത്രങ്ങൾ ഈ നോവലുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ MTയുടെ 4 കെട്ട് വായിക്കൂ, അസുരവിത്ത് വായിക്കൂ, കാലം വായിക്കൂ, മഞ്ഞു വായിക്കൂ. ഞാൻ ഓരോ കൃതിയെയും എടുത്തെടുത്ത് പറയുന്നില്ല. അദ്ദേഹം നമുക്ക് തന്ന ഓരോ നോവലും. സാംസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KH ഹുസൈൻ, നോവലിസ്റ്റ് TK ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി UT പ്രേംനാഥ് സ്വാഗതവും KH കലേഷ് ബാബു നന്ദിയും പറഞ്ഞു. MTയുടെ ഓർമ്മയ്ക്കായി വായനശാല അങ്കണത്തിൽ NSS വിദ്യാർത്ഥികൾ ചാമ്പവൃക്ഷം നടുകയും MTയുടെ തിരക്കഥകൾ 6 വോളിയത്തിന്റെയും കഥകളുടെയും പ്രദർശനവും നടത്തി.